ഹായ് മക്കളെ, അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കിട്ടിയ മീൻ എല്ലാവർക്കും അറിയാലോ. ഇതെന്താ മീനെന്ന്? ചിലർ കിളിമീൻ എന്ന് പറയും, ചിലർ എന്താ പറയുക, പഞ്ഞിയൊക്കെ ഉള്ള നല്ല മീനാട്ടോ. അതിന് പിയാപ്പിളക്കോര അറിയും, ഞങ്ങളൊക്കെ പറയും പിയാപ്പിളക്കോര എന്നാട്ടോ. ചിലർ കിളിമീൻ എന്നൊക്കെ പറയും. വേറെന്താ വിശേഷം? സുഖമാണോ? എനിക്ക് ഈ കോരക്കാട്ട് ഇഷ്ടം വെള്ളക്കോരല്ലേ, വെള്ള നിറത്തുള്ള അതാ ഇഷ്ടം കേട്ടോ. എൻ്റെ ഭർത്താവിനും എൻ്റെ മോനക്കൊക്കെ എൻ്റെ മരുമോനക്കൊക്കെ ഇഷ്ടം ഈ മീനാണ്. എനിക്ക് വെള്ളക്കോര ഇഷ്ടം. അതിനെക്കൂടെ ആർക്കും ഇഷ്ടമില്ലാത്തതിനോട് അത് എപ്പോഴെങ്കിലും വാങ്ങുള്ളൂ. ഇതിലേക്ക് ഞാൻ വാളംപുളി പിഴിഞ്ഞിട്ടുണ്ട്, പിന്നെ പച്ചമുളക് ചീരാമുളകും കൂടെ കൂട്ടിയിട്ടാട്ടോ, ഒരു തക്കാളി, ഒരു ചെറിയ കഷ്ണം ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി. ഇനി നമുക്ക് മഞ്ഞളും പൊടി മുളകും പൊടിയൊക്കെ ഇടാനുണ്ട്. ഇതാ ഞാൻ പെരുംജീരകത്തിൻ്റെ പൊടി, മഞ്ഞൾ, മറ്റേ ചുവന്നമുളകും പൊടി ഇട്ടിക്കണം കേട്ടോ. ഇതൊന്ന് നല്ലോണം കയ്യിലോണ്ട് ഇളക്കിയിട്ട് നമുക്കിത് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചിട്ട് ശേഷം മീനിട്ട് കൊടുക്കാം. നമ്മൾ മീനൊക്കെ അതിലിട്ട് കൊടുത്ത് നല്ലോണം തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ കുറച്ച് ഇതിൻ്റെ അകത്തൊന്ന് മുക്കട്ടെ. ഇതൊക്കെ നട്ടാ നമ്മളെ കറിയൊക്കെ വെന്തു. ഇതിന് കുറച്ച് മുളിയാറ് ഞാൻ എന്താ മുക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് മുളിയാറാട്ടോ കൂട്ടാൻ ഇഷ്ടം, പാത്തൂന് മുളിയാറാണ് ഇഷ്ടം. അപ്പോൾ എനിക്ക് പാത്തൂന് രസം മുക്കി വെച്ച് ബാക്കിയിലേക്ക് ഇതാ ഞാൻ തേങ്ങ വെച്ച് കൊടുക്കുകയാണ്. ബാക്കി കറിയിലേക്ക് തേങ്ങ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നല്ല തിളച്ചിട്ടോ. കരിവേപ്പില ഇട്ട് കൊടുത്തിനി കേട്ടോ. ഞാനിതിലേക്ക് തിളച്ച് വരുന്നുണ്ട്. ഇതിങ്ങനെ തേങ്ങ ഒഴിക്കുമ്പോൾ നമുക്കിത് വല്ലാണ്ട് തിളപ്പിക്കാനും പറ്റില്ല. അപ്പോൾ പിന്നെ വെള്ളം വിട്ടാരി ഉണ്ടാവും. കുറേ തിളപ്പിക്കുമ്പോഴത്തെ മീൻ ഉടയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഇക്കട്ടെ. ഓക്കേ, ഞാനിതാ മക്കളെ ഒരു വലിയ ചെറുങ്ങനിത് അതിൻ്റെ പകുതി എടുത്തുകൊണ്ട് തോലൊക്കെ ചെത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുങ്ങനൊന്ന് കൊത്തി അരിഞ്ഞ് വെക്കണോ. ഇത് ഉപ്പേരിക്കാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചെറുങ്ങനെ അരിയണം. വേറെന്താ, നിങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ലേ? സുഖമായിരിക്കട്ടെ, സുഖം സമാനം സന്തോഷം ദീർഘായുസ്സും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. അങ്ങനെ ഞാനിത് ഇങ്ങനെ മുറിച്ചട്ടോ. ഇനി നമുക്കിത് കുഞ്ഞി കണ്ടമാക്കി അരയണം മക്കളെ. ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞാൻ ചുരങ്ങ വെട്ടി വെച്ചാട്ടോ. അതിന് പച്ചമുളക്, കരിവേപ്പില, ഉപ്പ്, ഉള്ളിയൊക്കെ അരിഞ്ഞിട്ടാണ് ഇതാ അടുപ്പത്ത് ഞാൻ ഇട്ടുകൊടുത്ത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വറ്റൽമുളക് ഇട്ടുകൊടുത്ത്. ഇതാ വറ്റൽമുളകാണിത്. വറ്റൽമുളക് ഇട്ടുകൊടുത്ത് ഇതൊന്ന് നല്ലോണം ഒന്ന് മൂക്കട്ടെ കേട്ടോ. അങ്ങനെ ഞാൻ കടുക്, ഉള്ളി, മുളകും ഇട്ടുങ്ങാണ്ട് വറവിട്ട് അതിന് ശേഷം നമുക്ക് ഉപ്പേരി ചെറുങ്ങനെ മുറിച്ച് അരിഞ്ഞിട്ടത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൊത്തി അരിഞ്ഞിട്ട് ഉപ്പേരി നമ്മൾ കറിയിലേക്കൊക്കെ അല്ല വലിയ അവിടെ മുറിക്കല്ലേ മോളെ, നേരെ നോക്കി ചെയ്യും. ഞാനൊരു പണിയെടുക്കണ അടുക്കൂടെ നമ്മളെ പാത്ത് വേറൊരു പണിയെടുക്കും കേട്ടോ. അതാ സൗണ്ടൊക്കെ കേൾക്കണതിലേക്ക്. വേറെ എന്താണ്, അങ്ങനെ നമ്മളെ ഉപ്പേരി ഒന്ന് കിടന്നുകാണ്ട് അരി കിടന്ന് വേവട്ടെ. ഇതെടുത്തത് കുറച്ച് സ്ലോ മോഷനിലായിപ്പോയി. ഇതിനിപ്പോൾ പോക്കാനും പറ്റൂല കേട്ടോ. അതാണ് ഇതിങ്ങനെ കളിക്കുന്നത്. ഒന്നും വിചാരിക്കരുത് ആരും. ഒന്നും മടുപ്പില്ലാണ്ട് കാണുക നിങ്ങൾ. നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. കാരണം വാച്ചവറൊക്കെ കീപ്പോട്ട് പോവാണ്. എല്ലാവരും പരമാവധി എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യട്ടോ. മറക്കരുത്, എന്നാലേ ഞാൻ മുന്നോട്ട് പോവുകയുള്ളൂ. എന്തായാലും മറക്കല്ലേ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബായ് മക്കളെ.